സോ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ വരുന്നത് ഒരു സീരീസ് ആണ്. 2020 നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് ദ ക്വീൻസ് ഗാംബിറ്റ്. ഇതൊരു മിനി സീരീസ് ആണ്. വെറും 7 എപ്പിസോഡ് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ കണ്ടുതീർക്കാൻ പറ്റും. ഒരു ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മിനി സീരീസ് ആണ് ദ ക്വീൻസ് ഗാംബിറ്റ്. 1983 വാൾട്ടർ ട്രേവിസ് എഴുതിയിട്ടുള്ള ഒരു ഫേമസ് അമേരിക്കൻ നോവൽ ഉണ്ട് ദ ക്വീൻസ് ഗാംബിറ്റ്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള അഡാപ്റ്റേഷൻ ആണ് ഈ സീരീസ്. പേര് പോലെ തന്നെ ഇതൊരു ചെസ് ഓറിയന്റഡ് സീരീസ് ആണ്. സ്കോട്ട് ഫ്രാങ്ക് ആണ് ഈ സീരീസ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. കിഡിലൻ ഡയറക്ഷനും കിഡിലൻ സ്ക്രീൻ പ്ലേ, കിഡിലൻ സീൻസുകളും വളരെ എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സീരീസ് ആണിത്. സോ ഈ സീരീസിന്റെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആണ്. എന്ന ടൈലർ ആണ് ആ റോൾ ചെയ്തിട്ടുള്ളത്. ബെത്ത് ഹാർമൺ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. സോ ഈ ആക്ട്രസിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഈ സീരീസിലാണ്. അന്ന് കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു, എടുത്തു പറയണം. കാരണം വെച്ചാല് ആ സീരീസിനെ ആ 7 എപ്പിസോഡ് എടുക്കുന്നതിൽ വലിയ ഫാക്ടർ ഈ ആളുടെ പെർഫോമൻസാ. അത്രയും കിഡിലൻ ആക്ടിങ് ആയിരുന്നു. സോ ഈ സ്റ്റോറി എങ്ങനെയാന്ന് വെച്ചാല്, ഈ ബെത്ത് ഹാർമൺ എന്ന ക്യാരക്ടർ ഒരു ഓർഫനേജിൽ വളർന്ന ഒരു കുട്ടിയാണ്. പിന്നീട് അവിടെ ഉള്ള ഒരു ജാനറ്റർ ആയിട്ടുള്ള മിസ്റ്റർ ഷേബിൾ എന്ന ക്യാരക്ടറിനായിട്ട് ചെസ് കളിച്ച് പിന്നീട് ആ കുട്ടി ചെസ് കളി പഠിക്കുകയാണ്. കളിച്ച് പഠിച്ച് പിന്നീട് വലുതാവുന്ന സമയത്ത് വേറൊരു ഫാമിലി ആ കുട്ടിനെ അഡാപ്റ്റ് ചെയ്യുന്നതും പിന്നീട് ചെസ് കോമ്പറ്റീഷൻസ് പങ്കെടുക്കുന്നതും ആണ് ഇതിന്റെ ഒരു തീം. മൊത്തത്തില് ഒരു ചെസ് ഓറിയന്റഡ് ആണ്, ഫുൾ ചെസ് കോമ്പറ്റീഷൻ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങള്. അപ്പൊ ഇത് കണ്ടു നമുക്കും തന്നെ ചെസ് കളിക്കാനും ചെസ്സിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാനും നമുക്ക് ചെസ് പഠിക്കാൻ പോകാനൊക്കെ തോന്നും. എനിക്കും തന്നെ ചെസ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ അത് കണ്ടപ്പോൾ എനിക്കും ടെൻഡൻസി തോന്നി അത് പഠിക്കണം എന്നൊക്കെ. നമുക്ക് ചെസ്സിനെ കുറിച്ചുള്ള ആ ഒരു ബുദ്ധിയൊന്നും നമുക്കില്ല. അപ്പോ എന്താ പറയാ, കിടിലട്ടോ. ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ടെൻഡൻസി വരും. അത്രയും രസത്തിൽ ചെസ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഈ സീരീസിൽ. അപ്പൊ ഇതിൽ പിന്നെ വരുന്ന ഒരു എടുത്തു പറഞ്ഞ ക്യാരക്ടറാണ് തോമസ് ബ്രോഡി ചെയ്തിട്ടുള്ള ബെന്നി വാട്സ്. അത് ഇതിൽ ഇടക്ക് വന്നിട്ട് കിടിലൻ മാസ് കാണിച്ചു പോണ പോലെ ചെസ്സിൽ കിടിലൻ ഒരു പ്ലെയറെ പോലെ വന്നു പോണ ഒരു ക്യാരക്ടറാണ് അതിലുള്ളത്. അതും തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. തോമസ് ബ്രോഡി നിങ്ങൾക്ക് അറിയണ്ടാവും, മെയ്സ് റണ്ണറിലൊക്കെ ഉണ്ട്. ടോം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ തോമസ് ബ്രോഡിയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ക്യാരക്ടേഴ്സിനെ പറ്റി പറയാനുള്ളത്. കാരണം ഇത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ, അത്രയും കിടന്ന പെർഫോമൻസ് ആണ് ഈ രണ്ടുപേരും. മെയിൻലി അന്ന ടൈലർ ചെയ്ത ക്യാരക്ടർ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, എടുത്തു പറയണം, അത്ര അടിപൊളിയാണ്. പിന്നെ ഇതിൽ ആന്റഗോണിസ്റ്റ് ആയിട്ട് ഒരു ബോർഗോ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്. അതും തന്നെ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ചെസ് പ്ലെയർ ആണെന്ന് നമുക്ക് തോന്നിക്കും. കിടിലൻ ഒരു ചെസ് പ്ലെയർ ആണ്, ഒരു കിടിലൻ ഒപ്പോണന്റ് ആണെന്ന് തോന്നിക്കും. അല്ലാണ്ട് ഒരു പ്രോപ്പർ ആന്റഗോണിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ക്രൂവൽ ആന്റഗോണിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു വില്ലൻ ആണെന്നൊരു തോന്നലൊന്നും വരില്ല. നമുക്കൊരു കിടിലൻ ഒപ്പോണത് അല്ലെങ്കിൽ കിടിലൻ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറിനെ വരുള്ളൂ. അല്ലാതെ ഭയങ്കര വില്ലൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഈ സീരീസിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് സാധാരണ സ്പോർട്സ് മൂവിയോ അല്ലെങ്കിൽ സ്പോർട്സ് സീരീസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിം ഓറിയന്റഡ് സീരീസ് വരുന്ന സമയത്ത് ഒപ്പോണൻസ് ഭയങ്കര വില്ലനിസം കാണിച്ച പോലെ തോന്നലുണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ക്ലിയർ ആയിട്ട് ചെസ് ബോർഡിൽ എന്താ സംഭവിക്കാറ് അതുപോലത്തെ ഒപ്പോണൻസിനാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു ഒപ്പോണന്റ് ആണ് ബോർഗോവ് ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെസ് ചാമ്പ്യനായിട്ടാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ രസത്തിൽ എൻഗേജിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണിത്. പിന്നീട് ഈ ആളുടെ ലൈഫ്, ഈ ബെത്ത് ഹാർമൺ എന്ന ആളുടെ ചെസ് ലൈഫും പിന്നീട് ഡ്രഗ്സിനായിട്ട് ഉണ്ടാവുന്ന അഡിക്ഷൻസ്, ആൽക്കഹോൾ അഡിക്ഷൻസ്, അതിന് പിന്നെ ഉണ്ടാവുന്ന ലൈഫിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിന് എൻഡ് ചെയ്തതും കിടിലനാണ്. നിങ്ങൾ കണ്ടു നോക്കി എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഈ സീരീസ് കണ്ടു നോക്കുക. എന്നിട്ട് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.